അങ്കിളിന്റെ മോള് അങ്കിൾ സമ്മാനിച്ച സാരി കൊടുത്ത്. ഞാൻ നിങ്ങളുടെ പുന്നാരം കേൾക്കാൻ വന്നോന്നല്ല. വീട്ടിൽ ആരും ഇല്ലാത്ത നേരത്ത് വന്ന ഈ ഗുണ്ടയുടെ ഭീഷണിക്ക് മുന്നില് ഒന്ന് പതറിപ്പോയതാ. എടോ, ഇത് വലിയ ഹീറോസ് ഒന്നല്ല. നോക്കിക്കോ, ഇതിന്റെ പേരിൽ നിങ്ങൾ രണ്ടുപേരും അഴിയെണ്ണും. എന്റെ മമ്മിയെ നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. ശരിയാ, നിന്റെ മമ്മിയെ ഞങ്ങൾക്കറിയില്ല, സമ്മതിച്ചു. പക്ഷേ നിന്റെ മമ്മിയെ കുറിച്ച് നിനക്കെന്തറിയാം? സ്വന്തം ഭർത്താവിനെ പടിയടിച്ച് പിണ്ടം വെച്ച് സ്വന്തം മകളെ അച്ഛനിൽ നിന്നും അകറ്റി. ഇത്രയൊക്കെ ചെയ്ത് നിന്റെ അമ്മയ്ക്ക് എന്ത് നന്മയാണ് അവകാശപ്പെടാനുള്ളത്? നിന്റെ അച്ഛൻ ഇത്ര മാത്രം വെറുക്കാനായി എന്ത് തെറ്റാ മോളെ ഞാൻ നിന്നോട് ചെയ്തിട്ടുള്ളത്? മോളെ, നീ ചോദിക്കണം നിന്റെ മമ്മിയോട്, അമ്മമ്മയോട്, ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന്. എന്തിനാണ് എന്റെ മോളെ എന്നിൽ നിന്ന് അകറ്റിയതെന്ന്. അതിന് കൃത്യമായ മറുപടി കിട്ടുകയാണെങ്കിൽ, നിനക്കത് ശരിയെന്ന് തോന്നണമെങ്കിൽ ഈ അച്ഛനെ നീ ഒരിക്കലും കാണണ്ട, മിണ്ടണ്ട. മറ്റുള്ളവർ പറയുന്ന കേട്ട് ഇനിയും ശിക്ഷിക്കരുത് ആ പാവ മനുഷ്യനെ. ഈശ്വരൻ പൊറുക്കില്ല. നിന്റെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തും നിന്റെ സൗന്ദര്യവും കണ്ടിട്ടാണ് ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് എന്നൊരു തോന്നൽ നിനക്കുണ്ട്. സ്വത്തും പണമൊന്നുമില്ലെങ്കിലും നിന്നെ ഞാൻ തേടിപ്പിടിച്ച് എൻ്റേതാക്കുമായിരുന്നു. ഒരിക്കലും മറക്കാനാവാത്ത പഴയൊരിഷ്ടമുണ്ട്. അറിവില്ലാത്ത പ്രായത്തിൽ നിന്റെ കഴുത്തിൽ താലി കെട്ടിയ നിന്റെ പഴയ അച്ചുവേട്ടന് നിന്നോട് തോന്നിയ കളങ്കമില്ലാത്ത സ്നേഹമായിട്ട് അതിനെ കണ്ടാൽ മതി. ഇനിയിപ്പോ അമ്മയും അമ്മമ്മയും നിനക്കായി ഒരുക്കിയിട്ടുള്ള ബർത്ത്ഡേ പാർട്ടി ഞാൻ കാരണം മിസ് ചെയ്യണ്ട. ലക്ഷ്മി ഇവിടെ കണ്ടില്ലല്ലോ. വരും, ഇപ്പൊ വരും. നേരത്തെ വന്നാൽ അവിടെ അട്രാക്ഷൻ പോയില്ലേ? ഒരു സർപ്രൈസ് എൻട്രി ആയിരിക്കും അവിടേത്. ഫാഷൻ ഡിസൈനർ അല്ലേ? ഒരു ഇറ്റാലിയൻ മോഡൽ ഡ്രസ്സാണ് അവൾക്കായി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അയ്യോ, ഇത് എന്ത് വേഷാ മോളെ? ഇതെന്റെ അച്ഛൻ എനിക്ക് തന്ന ബർത്ത്ഡേ ഗിഫ്റ്റാ. നീ എവിടെയായിരുന്നു ഇത്രയും നേരം? എന്റെ അച്ഛന്റെ അടുത്ത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്താ തെറ്റാ എന്റെ അച്ഛൻ നിങ്ങളോടൊക്കെ ചെയ്തത്? എന്തിനായിരുന്നു എന്നെ ഇത്രയും കാലം എന്റെ അച്ഛനിൽ നിന്ന് അകറ്റിയത്? ഉത്തരം പറയാൻ എന്താ രണ്ടാൾക്കും ഒരു ബുദ്ധിമുട്ട്? ഇതൊക്കെ ഇവിടെ വെച്ച് പബ്ലിക്കിന് അറിയാവുന്ന കാര്യം പബ്ലിക്കായി ചോദിച്ചാൽ എന്താ തെറ്റ്? ഇവൾക്ക് അയാൾ എന്തോ കൈവേഷം കൊടുത്തിട്ടുണ്ട്. ഇതുവരെ കൈവശം ഓതി തന്നത് മറ്റാരുമല്ല, നിങ്ങൾ രണ്ടുപേരുവാ. എന്റെ ചോദ്യത്തിന് ഉത്തരം ലഭിക്കാത്ത സ്ഥിതിക്ക് അച്ഛന്റെ നിരപരാധിത്വം ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ പോകുന്നു. എങ്ങോട്ട്? എന്റെ അച്ഛനോടൊപ്പം എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ. ചോദിച്ച ചോദ്യങ്ങൾക്ക് അവരാരും മറുപടി പറഞ്ഞില്ല. എനിക്കറിയില്ല ശരിയേത് തെറ്റേതെന്ന്. വാ വാ. വാ മോളെ. എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു നീ തിരിച്ചു വരുമെന്ന്. എന്നെ പൊട്ടിച്ചെറിയാവുന്ന ഈ താലി
ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിരുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഇത് കാത്തു സൂക്ഷിക്കാൻ മനസ്സുള്ള നിനക്ക് എന്നെ വെറുക്കാനാവില്ല. Happy birthday to you. Happy birthday to you. Happy birthday for you. മതി. എന്തേ കാണിക്കണേ നീ? അതെ, കട്ടില് സ്ട്രോങ് ആണെന്ന് നോക്കിയാണ്. അല്ലെ കാത്തു സൂക്ഷിച്ച ബസ്നേറ്റ് എന്ന് അടിപൊടിഞ്ഞു പോവും. ഇങ്ങോട്ട് ഇറങ്ങിയ ഞാൻ പോവില്ല. ഇങ്ങോട്ട് ഇറങ്ങാൻ വൃത്തിട്ട പിള്ളേരെ മാതിരി ഇങ്ങോട്ട് മാറി. ഞാൻ പോവും. മനസ്സിലായി. എന്താ? അതെ, കാര്യങ്ങളൊക്കെ പെട്ടെന്നാവട്ടെ. എനിക്ക് അധികം നേരം ഇങ്ങനെ താക്കോൽ പഴുതിലൂടെ കുനിഞ്ഞു നോക്കാൻ പറ്റൂല. നടുവേദനയാണ്. അമ്മയുടെയും അമ്മൂമ്മയുടെയും പെർമിഷൻ എടുത്തിട്ടാണോ ഈ സാഹസം? എന്താ കേശു? അത് പിന്നെ എന്താ കാര്യം പറ. മല്ലിക മാഡത്തിന് പെട്ടെന്നൊരു നെഞ്ചുവേന, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. സീരിയസ് ആണെന്നാ പറയണത്. എന്റെ അമ്മ. ഒന്നും ഉണ്ടാവില്ല, നമുക്ക് പോവാം. നീ വേഗം റെഡിയാവും. അതെ, സീരിയസ് എന്നൊക്കെ പറഞ്ഞ കാര്യം മനസ്സിലാവുന്ന വിചാരിച്ചോ? സത്യം പറ, എപ്പോഴാ ശവദാഹം? മമ്മിക്ക് എന്ത് പറ്റി? നീ പോയ വിഷമത്തിൽ എനിക്കൊന്ന് കാണണം. മമ്മി, മോള് എന്തിനാ എന്നോട് പിണങ്ങിയത്? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവനുണ്ടോ കൂടെ? ഉണ്ട്. അവനെ ഒന്ന് വിളിക്ക്. എനിക്ക് അവനോടൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണം. ചെല്ല്. ആ വാതില് കുറ്റിട്ടേക്കും. ഇരിക്കൂ. ഞാൻ മരിച്ചുപോയ എന്റെ മകളെ നീ പൊന്നുപോലെ നോക്കൂ. എന്താ മറുപടി പറയാത്തെ? നോക്കാം. കോടീശ്വരിയായ എന്റെ മകളെ നോക്കാൻ നീ എന്തിനാടാ? ഇതൊക്കെ എന്റെ ഒരു നമ്പറല്ലേ മിസ്റ്റർ മരുമകൻ? എങ്ങനെയുണ്ടായിരുന്നു നിന്റെ ഫസ്റ്റ് നൈറ്റ് ഔട്ട്? സോറി, അപ്പോഴേക്കും നിനക്കിവിടെ പാഞ്ഞെത്തേണ്ടി വന്നല്ലേ? സമ്മതിക്കില്ല ഞാൻ അവളുടെ ദേഹത്തൊന്ന് സ്പർശിക്കാൻ പോലും. എന്താന്നറിയില്ല, ഈശ്വരൻ ജന്മനാ തന്നെ എനിക്കൊരു പ്രത്യേക കഴിവ് തന്നിട്ടുണ്ട്. ശത്രുക്കളെ മനസ്സിൽ കാണുന്നത് മാനത്ത് കാണാനുള്ള ഒരു കഴിവ്. മനസ്സിലായില്ല? പറയാം. 3-4 മണിക്കൂർ മുമ്പ് അവള് നിങ്ങളുടെ അടുത്തുനിന്ന് പിണങ്ങിപ്പോയപ്പോ ഞാൻ വഴിയോരത്ത് ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് എവിടെ നിന്നോ ഒരു മഴ.
ഞാൻ പ്ലാൻ ചെയ്തല്ല കേട്ടോ. ഗോഡ് ഈസ് ഗ്രേറ്റ്. മഴയൊക്കെ നനഞ്ഞ് കെട്ടിപ്പിടിച്ചുള്ള നിപ്പ്. ഓ, മെല്ലെ ഞാൻ അവളെ ചേർത്ത് പിടിച്ച് ജീപ്പിനരികിലേക്ക് നടന്നു. ആ കാറിൽ വെച്ച് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. പക്ഷെ നാണാവുക. ഈ കാര്യം പറഞ്ഞിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. ഞാൻ ഇറങ്ങാ. പിന്നെ ഈ ECGയുടെ സാധനങ്ങളൊക്കെ മേത്തെടുത്ത് വെക്കാൻ എനിക്കറിയില്ല. അത് സ്വയം എടുത്ത് വെച്ച് ബോധമില്ലാത്ത പോലെ കിടന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ഈ പേഴ്സണൽ മാറ്റേഴ്സ് ഒന്നും ഞാൻ ഭാര്യയോട് പോലും പറയില്ല. ദൈവം അനുഗ്രഹിച്ച എൻ്റെ അമ്മായിമ്മ 10 മാസം കൊണ്ട് അമ്മൂമ്മയാവും. വരട്ടെ അമ്മൂമ്മേ.